പാടും നിൻ കൃപയെ കൊണ്ടാടും ആയുരന്ത്യം ഞാൻ. പാടും നിൻ കൃപയെ കൊണ്ടാടും ആയുരന്ത്യം ഞാൻ. പാടും വീണയിൽ പ്രാണനാഥനുത്തമ ഗീതം മൽപ്രാണ നായകനേ. മാ കൃപാ സിന്ധോ മൽപ്രാണ നായകനേ. സങ്കടങ്ങളിലെല്ലാം പൊൻകരങ്ങളാൽ താങ്ങി. സങ്കടങ്ങളിൽ എല്ലാം പൊൻകരങ്ങളാൽ താങ്ങി. സങ്കേതം നെഞ്ചിലേറ്റി കൺകൾ തുടച്ചിടുന്ന മൽപ്രാണ നായകനേ. മാ കൃപാ സിന്ധോ മൽപ്രാണ നായകനേ. ഹല്ലേലൂയ. സ്വർഗം എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി ചില എപ്പിസോഡുകളിൽ പഠനം തുടരുകയായിരുന്നല്ലോ. ഇപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം അഗ്നിരഥവും അഗ്നി അശ്വങ്ങളും എന്ന ടൈറ്റിലാണ്. ബൈബിളിൽ അഗ്നിരഥവും അഗ്നി അശ്വങ്ങളും എന്ന് പറയുന്നതിന് അർത്ഥമെന്താണ്? അത് വിശ്വാസയോഗ്യമാണോ? അവയെക്കുറിച്ച് നമുക്ക് പഠിക്കേണ്ട ആവശ്യമുണ്ടോ? അതേ പ്രിയമുള്ളവരെ, സ്വർഗമെന്ന അതിവിസ്തൃതമായ വിഷയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, സ്വർഗീയ സാമ്രാജ്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, അത്യുന്നതനായ ദൈവവും സ്വർഗത്തിലെ തൻ്റെ സൃഷ്ടികളായ മാലാഖ ഗണങ്ങളെ അഥവാ ദൂതഗണങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിൻ്റെ ക്ലൈമാക്സ് ആണ്, അതിന് ഏറ്റവും ഉന്നത നിലവാരത്തിൽ നിൽക്കുന്ന ശ്രേഷ്ഠമായൊരു വിഷയമാണ് അഗ്നിരഥം. ഈ ഭൂമിയിൽ ദശരഥ മഹാരാജാവ് എന്ന് പറയുന്ന ഒരു രാജാവിനെ കുറിച്ച്, ഒരു ചക്രവർത്തിയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അതിന്റെ കാരണം തനിക്ക് 10 രഥമുണ്ട് എന്ന അർത്ഥമാണ്. അത് വലിയൊരു കാര്യമാണ്. എന്നാൽ ഇവിടെ ബൈബിൾ പറയുന്ന ഈ രഥത്തിന്റെ അർത്ഥം നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 2-ാം അധ്യായം 11-ാം വാക്യത്തിൽ ദൈവത്തിന്റെ അഭിഷക്തനായ ഏലിയാവ് തന്റെ ശുശ്രൂഷ തികച്ച ശേഷം തന്റെ വാത്സല ശിഷ്യനായ എലീശയ്ക്ക് തന്റെ ശുശ്രൂഷ കൈമാറുന്നതിന് തൊട്ടു മുമ്പ് ദൈവം തന്നെ എടുത്തുകൊള്ളപ്പെടുവാൻ ഉദ്ദേശിച്ചപ്പോൾ അവിടെ ദൈവം തനിക്കായി അയച്ച ഒരു രഥമാണ് അഗ്നിരഥവും അഗ്നി അശ്വങ്ങൾ. ഏലിയാവിന്റെ ജീവിതത്തിൽ തന്നെ എടുത്തുകൊള്ളപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം തന്റെ അടുക്കൽ നിന്നും തന്റെ അടുക്കലേക്ക്, ഏലിയാവിന്റെ അടുക്കലേക്ക് അയച്ചത് സ്വർഗീയമായ അഗ്നിരഥം, അഗ്നി അശ്വങ്ങൾ തേർതെളിക്കുന്ന രഥത്തെ അവിടുന്ന് അയക്കുക. അത് ഏലിയാവിനെ ആ വരുന്ന വേഗതയിൽ തന്നെ ചുഴലിക്കാറ്റിൽ രഥത്തിൽ കയറ്റി സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അപ്പോൾ അഗ്നിമയമായ രഥം അവിടെയുണ്ട്, അഗ്നി അശ്വങ്ങൾ അവിടെയുണ്ട്, അത് തേർതെളിക്കുന്ന അഗ്നിമയമായ ദൂതന്മാരുണ്ട്. അത് മറന്നു പോകരുത്. അത് നമുക്ക് ഒന്നുകൂടെ ബലം പകരുന്ന മറ്റൊരു ദർശനം, ഏലിയാവിന് ശിഷ്യനായ എലീശ തന്റെ പ്രവർത്തന ക്യാമ്പസ് മുഴുവനും തന്റെ സംരക്ഷണയിൽ വളരെ സൂക്ഷിച്ചു പോരുമ്പോൾ അവരെ തകർക്കുവാൻ തക്കോണം ശത്രു സൈന്യം അടുക്കുന്നു. ആ ബലവാന്മാരായ ശത്രു സൈന്യത്തെയും രഥങ്ങളെയും കണ്ടുകൊണ്ട് നിലവിളിക്കുന്ന നിലവിളി അവിടെ ഉയരുകയാണ്. എലീശയുടെ കൂട്ടത്തിലെ ശിഷ്യന്മാരെ നിലവിളിയുടെ മറുപടിയായി
എലീശ ഒരു കാര്യം പറയുന്നു, നമ്മുടെ കൂട്ടത്തിലുള്ളവർ അവരുടെ കൂട്ടത്തിലുള്ളവരെക്കാൾ അധികം എന്ന് പറഞ്ഞിട്ട് ലഘുവായ ഒരു പ്രാർത്ഥന. ആ പ്രാർത്ഥനയിൽ കണ്ണു തുറന്നപ്പോൾ തന്റെ കാഴ്ച എലീശയുടെ ക്യാമ്പസിന് ചുറ്റും അഗ്നിമയമായ രഥങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അതെ, ഒരു കാര്യം ഓർക്കുക, ഒരു ദൂതൻ ഇറങ്ങി വന്ന് സേവകാത്മാമായി സഹായിക്കേണ്ടി വന്നാൽ ഒരു ദൂതൻ ഇറങ്ങി വരും. ദൂതന്മാരുടെ സംഘത്തെ ഇറക്കണമെന്ന് ദൈവം ഉദ്ദേശിച്ചാൽ ദൂതന്മാരുടെ സംഘത്തെ ഇറക്കും. ചുറ്റും മതിലായി ദൈവം സംഘത്തെ നിർത്തും. ചിലപ്പോൾ അഗ്നിമയമായ ദൂതന്മാരെ തന്നെ ഇറക്കും. അഗ്നിമയമായ രഥങ്ങളെയും അഗ്നിയശ്വങ്ങളെയും ഇറക്കും. ഈ ഭൂമിയിലെ ഇരുചക്രവാഹനമായാലും മുച്ചക്രമായാലും 4 വീലറായാലും ഏറ്റവും വലിയ വാഹനങ്ങളായാലും ജംബോ ജെറ്റായാലും എല്ലാറ്റിനെയും അളക്കുന്ന കുതിരശക്തിയാണ്. ഏറ്റവും വലിയ ശക്തിയായ കുതിരശക്തിയാണെങ്കിൽ ആ കുതിരയും അവിടെ ഉണ്ട്. അത് മുതിര തിന്നുന്ന കുതിരകളല്ല, ഇവിടെ രാജ്യങ്ങൾ സംരക്ഷിക്കുന്ന കുതിരകളല്ല, അഗ്നിമയമായ കുതിരകളാണ്. അത് സ്വർഗീയ സൈന്യത്തിലുണ്ട്. യെഹെസ്കേൽ പ്രവചനം 28-ാം അധ്യായത്തിൽ 14-ാം വാക്യത്തിൽ വായിക്കുന്നു, നീ ചിറക് വിടർത്ത് മറയ്ക്കുന്ന കെരൂബാകുന്നു. ഒരു കെരൂബിനെ കുറിച്ച് പറയുകയാണ്. ചെരൂബിൻസ് സ്വർഗസിംഹാസനത്തിന് ചുറ്റുമുള്ള ദൂതഗണങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠ നിരയിൽപ്പെട്ട ഒരു കോറിൽപ്പെട്ട ഒരുവനെ കുറിച്ച് പറയുന്നു. പ്രത്യേകിച്ച് പല കാര്യങ്ങൾ പറയുന്നതിനിടയിൽ ഈ വാക്യങ്ങളും ഇടയ്ക്ക് ആവർത്തിക്കപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. സന്ദർഭോചിതം ഇവിടെ പറയുന്നത് ഒറ്റ കാര്യമാണ്, അഗ്നിമയമായ രഥവും അഗ്നിയശ്വങ്ങളും. അപ്പോൾ സ്വർഗസിംഹാസനം ചുറ്റും ആ കെരൂബിനെ കുറിച്ച് പറയുന്നു, ഞാൻ നിന്നെ വിശുദ്ധ ദേവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു, നീ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ സഞ്ചരിച്ചു വന്നു. അഗ്നിമയമായ രഥങ്ങൾ അനേകമാണ്. ഈ അഗ്നിമയമായ രഥങ്ങൾ തേർതെളിക്കുന്ന ആരാണ്? അഗ്നിമയമായ ദൂതന്മാരാണ്, വലിയ ശക്തന്മാരാണ്. ഭൂമിയിലെ ഒന്നിനോടും സാദൃശ്യപ്പെടുത്തുവാൻ കഴിയില്ല. ഭൂമിയിലെ ഒരു ജീവിയോട് സാദൃശ്യപ്പെടുത്തുവാൻ കഴിയില്ല. ഭൂമിയിൽ ലോകരാജ്യങ്ങൾ ഒരുക്കിയിരിക്കുന്ന ആധുനിക യന്ത്ര ഉപകരണങ്ങളോടും ഉപമിക്കുവാൻ കഴിയില്ല. ഏതിനെയും നിർവീര്യമാക്കുവാനും ശൂന്യമാക്കുവാനും കഴിയുന്ന അത്രത്തോളം പ്രബലന്മാരായ ശക്തന്മാരായ പ്രഭുക്കന്മാരാണ് ഈ കെരൂബിൽ ഗണത്തിൽപ്പെട്ട ദൂതന്മാർ. ഇവിടെ പറയുന്നു, അങ്ങനെയുള്ള രഥങ്ങൾ അധികമാണ്, അവയുടെ മധ്യേ സഞ്ചരിച്ചു പോയ ഒരു ലീഡറാണ് ഇവിടെ പറയും ദൂതൻ. വീണ്ടും അതിന്റെ 16-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്തിൽ വായിക്കുന്നു, വിശുദ്ധ ദേവപർവ്വതത്തിൽ നിന്നും ഞാൻ നിന്നെ തള്ളി, മറയ്ക്കുന്ന കെരൂബേ, ഞാൻ നിന്നെ അഗ്നിമയ രഥങ്ങളുടെ മധ്യയിൽ നിന്ന് മുടിച്ചു കളഞ്ഞു. ആദിയിൽ സൃഷ്ടിച്ച ദൂതഗണങ്ങളിൽ കെരൂബ് ഗണങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠനായി ലീഡറായി ദൈവം മുൻനിർത്തിയ ഒരു വ്യക്തിയാണ് ലൂസിഫർ. ആ ലൂസിഫറിനെ കുറിച്ചാണ് ഈ പറയുന്നത്. നിത്യനായ ദൈവത്തിന്റെ ആദ്യ സൃഷ്ടികൾപ്പെട്ട ദൂതന്മാരുടെ വീഴ്ചയെ കുറിച്ചാണ് പറയുന്നത്. പ്രധാന ദൂതന്മാരിൽ ഒരുവനായ ലൂസിഫർ വീണപ്പോൾ തന്നെ അവനോടൊപ്പം സ്വർഗസ്ഥലങ്ങളിൽ വിഹരിച്ചു കൊണ്ടിരുന്നായ സ്വർഗീയ വിശുദ്ധന്മാരായ ദൂതന്മാരിൽ വലിയൊരു ഗണത്തെയും കൊണ്ടാണ് ലൂസിഫർ താഴോട്ട് വീണത്. 68-ാം സങ്കീർത്തനത്തിന്റെ 17-ാം വാക്യത്തിൽ അവിടെ വായിക്കുന്നു, ദൈവത്തിന്റെ രഥങ്ങൾ 1000-1000 കോടി കോടിയുമാകുന്നു. എന്താണ് അതിന്റെ അർത്ഥം പ്രിയമുള്ളവരെ? ദൈവത്തിന്റെ വചനത്തിന്റെ വള്ളിക്കോ പുള്ളിക്കോ ഒരു മാറ്റവുമില്ല. അത് എന്തു പറഞ്ഞിരിക്കുന്നു അങ്ങനെ തന്നെയാണ്. അങ്ങനെയാകുന്നുവെങ്കിൽ അതിവിസ്തൃതമായ സ്വർഗ സാമ്രാജ്യത്തിന്റെ സ്വർഗീയ മഹത്വത്തിൽ ദൈവം സൃഷ്ടിച്ചാക്കിയിരിക്കുന്ന ശക്തന്മാരായ ശ്രേഷ്ഠന്മാരായ അഗ്നിമയമായ അശ്വങ്ങളും രഥങ്ങളും ആ തേർ തെളിയിക്കുന്ന അഗ്നിമയമായ ദൂതന്മാരുമുണ്ട്. ആ ദൂതന്മാരുടെ എണ്ണത്തെക്കുറിച്ച് ഇവിടെ പ്രവചനാത്മാവിൽ സങ്കീർത്തനക്കാരൻ വിളിച്ചു പറയുന്നു,
ദൈവത്തിന്റെ രഥങ്ങൾ 1000 കോടി കോടിയുമാകുന്നു. എത്ര മനോഹരമായിരിക്കുന്നു! 1000 കൊണ്ട് ഗുണിച്ച് കിട്ടുന്ന ഗുണനഫലത്തോട് കോടിയെ കോടി കൊണ്ട് ഗുണിച്ച് കിട്ടുന്ന ഗുണനഫലത്തെ തമ്മിൽ സങ്കല്പിച്ച് ഒരു സംഖ്യ പറയുവാൻ സാധ്യമല്ല. അത്രത്തോളം അതിവിശാലമായ ആ സ്വർഗീയ സൈന്യത്തിന്റെ ഒരു വിഭാഗമാണ് അഗ്നി അശ്വങ്ങളും അഗ്നി രഥങ്ങളും. അവിടെ എണ്ണം കോടാനുകോടിയാണ്. പ്രിയമുള്ളവരെ, അങ്ങനെയൊക്കെ പറഞ്ഞു വരുമ്പോൾ ഒരു കാര്യം കൂടെ ഓർക്കുക, നമ്മൾ അതുമായിട്ട് എന്താണ് ബന്ധം? കർത്താവ് യേശു തന്റെ സഭയെ ചേർക്കുവാൻ കാഹളത്തിനോടുകൂടെ വരുമെന്ന് പറഞ്ഞിട്ടില്ലേ? നമ്മുടെ വിശ്വാസയോഗ്യമായ കാര്യമാണ്, അതാണല്ലോ. അത് കഴിഞ്ഞ് വീണ്ടും 7 വർഷം കൂടെ കഴിഞ്ഞ് ഭൂമിയുടെ മഹാപീഡനം കഴിയുമ്പോൾ കർത്താവ് യേശു വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം മുതൽ പറഞ്ഞിരിക്കുന്ന വാക്യങ്ങളുടെ വെളിച്ചത്തിൽ ഇതാ സ്വർഗം തുറന്നു, ഒരു വെള്ളക്കുതിര പ്രത്യക്ഷപ്പെട്ടു. പവിത്രതയുടെയും ശക്തിദുർഗത്തിന്റെയും അടയാളമായി രാജാക്കന്മാരുടെ രാജാവായ കർത്താവ് യേശുക്രിസ്തു പ്രത്യക്ഷപ്പെടേണ്ടതിന് വേണ്ടി തുറക്കപ്പെട്ട സ്വർഗത്തിൽ ഇതാ ഒരു വെള്ളക്കുതിര. അതിന് പുറത്തിൽ ഇരിക്കുന്നവനും വിശ്വസ്തനും സത്യവാനും എന്ന് പേർ. അവൻ നീതിയോടുകൂടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുവാൻ വേണ്ടി വരികയാണ്. അത് മാത്രമല്ല, ആ 19-ാം അധ്യായത്തിന് 14-ാം വാക്യത്തിൽ വായിക്കുന്നു, അവന്റെ പിന്നാലെ സ്വർഗീയ സൈന്യം ഇറങ്ങി വരികയാണ്. വെള്ളക്കുതിരപ്പുറത്ത് കയറി സ്വർഗീയ സൈന്യം വരികയാണ്. ആരാണ് ഈ സ്വർഗീയ സൈന്യം? നിത്യനായ ദൈവത്തിന്റെ സൃഷ്ടികളിൽപ്പെട്ട അഗ്നിരഥവും അഗ്നി അശ്വങ്ങളും എന്ന് പറഞ്ഞതുപോലെ സ്വർഗത്തിലെ ശക്തന്മാരായ അശ്വങ്ങളുടെ മേൽ, കുതിരകളുടെ മേൽ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാർ ഇതാ ഭരിക്കുവാനായി, ഭരണാധികാരികളായി സ്വർഗം തുറന്ന് ക്രിസ്തുവിനോടൊപ്പം ഭൂമിയിലേക്ക് വരികയാണ്. ആരെ കുറിച്ചാണ് പറയുന്നത്? പ്രിയമുള്ളവരെ, എന്നെ കുറിച്ചും നിങ്ങളെ കുറിച്ചുമാണ് പറയുന്നത്. ഒന്നുകൂടെ പറഞ്ഞാൽ, യേശു ക്രിസ്തുവിന്റെ വിലയേറെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ മക്കൾക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തമാണ്. അങ്ങനെ അനുഭവമുള്ള ദൈവമക്കൾ സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളപ്പെട്ട് കഴിയുമ്പോൾ സ്വർഗത്തിൽ നിന്നും ഒരു സ്വർഗീയ സൈന്യമായി, വലിയ ഉന്നത അധികാരമുള്ളവരായി, ഒന്നുകൂടെ പറഞ്ഞാൽ സ്വർഗീയ പ്രഭുക്കന്മാരായി, സ്വർഗീയ രാജകുമാരന്മാരായി സ്വർഗം തുറന്ന് ക്രിസ്തുവിനോടൊപ്പം ഈ ഭൂമിയിലേക്ക് വരുന്നു. ഗ്രഹിക്കാൻ അല്പ പ്രയാസമായിരിക്കാം അല്ലേ? പ്രിയമുള്ളവരെ, ഇത് സത്യമാണ്. വ്യക്തമായി ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ദൈവത്തിന്റെ സത്യവചനത്തിന്റെ ഒരു വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരികയില്ല. ഈ ഭൂമിയെ അതിമനോഹരമായ ഒരു ഗോളമാക്കി, ഭൂമിയെ ശുദ്ധീകരിച്ച് ഇവിടുത്തെ മരുഭൂമികളെ ഉദ്യാനങ്ങളാക്കി മാറ്റി, ഇവിടുത്തെ പാഴ്മലകളെ മനോഹരമായ നീരോട്ടമുള്ളതായ, ഉറവോ ഒഴുകി വരുന്നതായ അരുവികളുള്ളതായ അനുഭവത്തിലേക്ക് മാറ്റി, മനോഹരമായ ഏതെന്റെ അനുഭവത്തിലേക്ക് ഭൂമിയെ തീർക്കുന്ന ആ കാലഘട്ടത്തിൽ ഇതാ ദൈവമക്കൾ പ്രഭുക്കന്മാരെ പോലെ ആയിത്തീരുക മാത്രമല്ല, അവർ സൈന്യമായി വരികയാണ്. സൈന്യം പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന സൈന്യം അത്യുന്നതനായ ദൈവത്തിന്റെ സ്വർഗീയ മാലാഖ ഗണങ്ങളെ കുറിച്ച് പറയുന്ന പേരാണ് സ്വർഗീയ സൈന്യം, സൈന്യങ്ങളുടെ യഹോവ. എന്നാൽ ഇവിടെ ഇതാ ഭാവിയിൽ ഒടുക്കത്തെ ആദാമായ യേശു ക്രിസ്തുവിൽ കൂടെ വീണ്ടെടുക്കപ്പെട്ടതായ സകല ദൈവമക്കളും സ്വർഗീയ സൈന്യമായി ഭൂമിയെ ഭരിക്കുവാൻ വരുന്നു. വീണ്ടും ഉന്നത അധികാരത്തോടുകൂടെ സ്വർഗത്തിലേക്ക് മടങ്ങുകയും ചെയ്യും. ഇതിൽ നിങ്ങൾക്ക് എത്ര പേർക്ക് ഉൾക്കൊള്ളുവാൻ കഴിയും? എത്ര പേർക്ക് ഇതിൽ ആയിത്തീരുവാൻ കഴിയും? ഇത് സത്യമാണ്. ഇത് നടപ്പിലാക്കുവാൻ പോകുന്ന മർമ്മമാണ്. പാഴ്ശൂന്യമായി തീരേണ്ട ഈ ഭൂമിയിൽ നമ്മുടെ ഈ കാലഘട്ടത്തിലെ വാഴ്ച കഴിയുമ്പോൾ ഒരു സ്വർഗീയ സൈന്യമായി, ഉന്നത അധികാരമുള്ളവരായി, ദൈവത്തോടും ദൈവത്തിന്റെ പദ്ധതികളോടും അനുയോജിച്ചുകൊണ്ട് നാമും ദൈവവും ഒന്നായിത്തീരുന്ന ഒരു കുടുംബ ബന്ധത്തിലേക്ക് മാറും. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.